അസ്സലാമു അലൈക്കും മാന്യ സഹോദരന്മാരെ, ഇന്നത്തെ വിഷയം കേരളക്കരയിലെ പുരോഹിതൻ അഥവാ നമ്മുടെ കാന്തപുരം അബൂബക്കർക്ക. അദ്ദേഹത്തിൻ്റെ വിശ്വാസം എന്താണെന്ന് നാം സോഷ്യൽ മീഡിയയിൽ സാധാരണ കേട്ടുകൊണ്ടിരിക്കുന്നതാണ്. ലോകം നിയന്ത്രിക്കുന്നത് അല്ല അർവാഹികളാണ് എന്നുള്ളതാണ് നമ്മൾ സാധാരണ കേട്ടുകൊണ്ടിരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ മുസ്ലിയാക്കന്മാർ BJPയുടേതായിരിക്കുന്ന ഒരു പരിപാടിയിൽ നൂറുകണക്കായ മുസ്ലിയാക്കന്മാർ പങ്കെടുത്തിട്ടുണ്ട്. അപ്പം ഞാൻ പറഞ്ഞു വരുന്നത്, ഇതിലും നമുക്ക് അത്ഭുതപ്പെടാനില്ല. കാരണം ഓൾറെഡി അവരതിൽ തന്നെയാണ് ഉള്ളത്. ഓൾറെഡി അതിൽ തന്നെയാണ് ഉള്ളത്. കാരണം എന്ന് പറഞ്ഞാൽ ഇവരുടെ നിലപാടെന്ന് പറഞ്ഞാൽ ലോകം നിയന്ത്രിക്കുന്നത് അല്ല അറുവായികളാണെന്നല്ലോ ഞാൻ ആദ്യമായി പറഞ്ഞില്ലേ. അപ്പം അതിനോടനുബന്ധിച്ച് തന്നെ അതായത് മക്ബറകൾ ആരാധിക്കുന്നവരാണ്. ഈ മക്ബറകൾ ആരാധിച്ച് അതിൻ്റെ പേരിലാണ് അവർക്ക് മറ്റു മതസ്ഥരുമായിട്ട് സഹകരിക്കേണ്ടി വരുന്നത്. ധാരാളക്കണക്കിന് കേരളക്കരയിൽ മറ്റ് മതസ്ഥരുമായിട്ട് സഹകരിക്കുന്നുമുണ്ട്. അതിൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഞാൻ ഒരു 1-2 വീഡിയോ ഞാൻ നിങ്ങൾക്ക് കേൾപ്പിക്കാം. അത് അതേ സമയത്ത് തന്നെ നിങ്ങൾക്ക് നമ്മുടെ മുസ്ലിയാക്കന്മാർ പങ്കെടുത്ത ആ വിഷയങ്ങൾ ഞാൻ കേൾപ്പിക്കാം. അതൊന്ന് നിങ്ങളൊന്ന് ആദ്യമായിട്ട് കേട്ടുകൊള്ളുക. കാന്തപുരം സുന്നി വിഭാഗം നേതാക്കൾ BJP സംഘടിപ്പിച്ച പരിപാടിയിൽ പങ്കെടുത്തതിനെതിരെ വ്യാപക പ്രതിഷേധം. മംഗളൂരുവിൽ നടത്തിയ പരിപാടിയിലാണ് കാന്തപുരം സുന്നി വിഭാഗം നേതാക്കൾ പങ്കെടുത്തത്. മംഗളൂരുവിലെ BJP പരിപാടിയിൽ പങ്കെടുത്തതിൽ കാന്തപുരം വിഭാഗത്തിനകത്തും പ്രതിഷേധം പുകയുന്നു. BJP മംഗളൂരു ബ്ലോക്ക് ഘടകം കഴിഞ്ഞ ദിവസം സംഘടിപ്പിച്ച പരിപാടിയിലാണ് കാന്തപുരം സുന്നി വിഭാഗം നേതാക്കളും പ്രവർത്തകരും പങ്കെടുത്തത്. 100 കണക്കിന് പേരാണ് പരിപാടിക്കെത്തിയത്. BJP സംഘടിപ്പിക്കുന്ന പരിപാടിയിൽ പങ്കെടുക്കാൻ മുസ്ലിം വിഭാഗത്തിൽ നിന്ന് ഇത്രയധികം പേർ എത്തുന്നത് ഇത് ആദ്യമായാണ്. SSF മുടിപ്പൂർ സെക്ടർ പ്രസിഡന്റ് അബൂബക്കർ സിദ്ദീഖ് ഹിമാമി, പറപ്പൂ പ്രസിഡന്റ് അലി ഹൈദർ സഅദി, അമുഞ്ഞെ പ്രസിഡന്റ് അബ്ദുൽ മജീദ് കാമിൽ, വീരമംഗില പ്രസിഡന്റ് അബ്ദുൽ അസീസ് സഅദി തുടങ്ങിയ നേതാക്കൾ പരിപാടിയിൽ സംബന്ധിച്ചു. ആര് സഹായിക്കാനുണ്ടോ അവരോടൊപ്പം ഉണ്ടാകുമെന്ന് അബൂബക്കർ സിദ്ദീഖ് ഹിമാമി പരിപാടിയിൽ പറയുന്നുണ്ട്. ലക്ഷങ്ങളോളം വരുന്ന അല്പസംഖ്യാതയിൽ നിന്ന് ലഭിക്കുന്ന ആ ഓഫറുകൾ ഇൻഷാ അല്ലാഹ് ഈ പക്ഷമുഖാന്തരം ഞങ്ങൾ എടുത്തു തരും. അതുകൊണ്ട് നിങ്ങളൊക്കെ അവിടെ വരണമെന്ന് പറഞ്ഞപ്പോൾ ഞങ്ങളൊക്കെ വന്ന് കൂടിയതും കേന്ദ്ര സർക്കാരിൽ നിന്ന് നിരവധി ആനുകൂല്യങ്ങൾ നേടിത്തരാമെന്ന് വിശ്വസിപ്പിച്ചാണ് മദ്രസ അധ്യാപകരടക്കമുള്ളവരെ പരിപാടിക്ക് എത്തിച്ചത്. മുസ്ലിം വിഭാഗത്തെ പരിപാടിയിൽ എത്തിക്കുന്നതിന് AB ഹനീഫ് നിസാമിയുടെ നേതൃത്വത്തിലാണ് പ്രവർത്തനങ്ങൾ നടന്നത്. മീഡിയ 1 കാസർഗോഡ്. കേരളത്തിന്റെ മനുഷ്യ സൗഹാർദ്ദത്തിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ശബരിമലയും അതുമായി ബന്ധപ്പെട്ട് കേരളക്കാര് തമ്മിലുള്ള സഹകരണം. ആ ശബരിമലയിലേക്കൊരു മേൽശാന്തിയെ നമ്മുടെ നാട്ടിൽ നിന്ന് തിരഞ്ഞെടുത്തപ്പോൾ അദ്ദേഹത്തെ അനുമോദിക്കുന്ന ചടങ്ങിലേക്ക് ഇന്ന് ലോകത്തെ സൗഹാർദ്ദങ്ങൾ നഷ്ടപ്പെട്ട് രാജ്യങ്ങൾ തമ്മിൽ വിദ്വേഷങ്ങൾ വിളമ്പി പരസ്പരം സ്നേഹിക്കേണ്ട അയൽക്കാർ പോലും ശത്രുക്കളായി മാറി ഒരു പൊതു ശത്രുവിനെ ഉണ്ടാക്കി പേടിപ്പെടുത്തുന്ന ഒരു സാഹചര്യം നമ്മുടെ ഈ കൊച്ചു കേരളത്തിൽ പോലും വരുമ്പോൾ, പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ലോകത്തിന്റെ മുന്നിൽ സൗഹാർദ്ദം വിളിച്ചു പറഞ്ഞ ഒരിടമാണ് നമ്മളുടെ ശ്രീ ശാസ്താവിന്റെ, അതുപോലെ തന്നെ നമ്മുടെ പ്രിയപ്പെട്ട നമ്മുടെ സുഹൃത്ത് സേവനം ചെയ്യാൻ പോകുന്ന, ഹിദമത്തെടുക്കാൻ പോകുന്ന ആ ഒരിടം, എല്ലാവരും ബഹുമാനിക്കുന്ന ഒരിടം. അയ്യപ്പനും മാവരും തമ്മിൽ സുഹൃത്തുക്കളായിരുന്നു. ഒരിക്കലും അവരുടെ സൗഹാർദ്ദത്തിന്റെ ഇടയിൽ ഒരു പ്രശ്നങ്ങളില്ല, പ്രതിസന്ധികളില്ല. അതുകൊണ്ടാണ് ഈ ശാന്തിയെ അനുമോദിക്കാൻ വിളിച്ചപ്പോൾ ഞാനും ഈ കുട്ടിക്കട പള്ളിയിലെ ഇമാമും ഒക്കെ സന്തോഷത്തോടെ ഈ സദസ്സിലേക്ക് കയറി വന്നത്. പ്രിയപ്പെട്ടവരെ, അത് നമ്മളുടെ ഐഡന്റിറ്റിയാണ്, അത് നമ്മുടെ സംസ്കാരമാണ്. ഞാൻ ഈ വന്നതുകൊണ്ട് ഒരു വ്യക്തിയിലെങ്കിലും സ്നേഹവും
വെള്ളിയാഴ്ച ഉച്ചയ്ക്ക് 12:30 മണിയോടെയാണ് മഞ്ചേശ്വരം അരസു മഞ്ജീഷ്ണാർ ക്ഷേത്രത്തിൽ നിന്നും ദേവതമാരുടെ വെളിച്ചപ്പാടന്മാർ ദർശനം പൂണ്ട് തിരുവായുധമെടുത്ത് പരിവാര സമേതം ഉദ്യാവർ ജുമാ മസ്ജിദ് 1000 ജമാഅത്ത് അങ്കണത്തിലേക്ക് എഴുന്നള്ളിയത്. സപ്തഭാഷാ സംഗമഭൂമിയായ മഞ്ചേശ്വരത്തെ തുളുനാടൻ മണ്ണിൽ മതസൗഹാർദ്ദത്തിന്റെ അലയൊലി തീർക്കുന്ന കാഴ്ച. നൂറ്റാണ്ടുകളുടെ പഴമയുള്ള ഉത്സവം അറിയിക്കൽ ചടങ്ങിന് ഇന്നും മുടക്കമില്ല. മുൻകാലങ്ങളിൽ എന്ന പോലെ വിഷു കഴിഞ്ഞുള്ള ആദ്യ വെള്ളിയാഴ്ച ജുമാ നിസ്കാരം കഴിഞ്ഞ് ആയിരങ്ങളായ വിശ്വാസികൾ പള്ളിയിൽ നിന്ന് പുറത്തിറങ്ങുമ്പോഴേക്കും അരസു മഞ്ജീഷ്ണാർ ക്ഷേത്രത്തിലെ ദേവതമാരുടെ നർത്തകന്മാർ പള്ളി അങ്കണത്തിൽ പ്രവേശിച്ച് ഉത്സവത്തിന് ക്ഷണിച്ചുകൊണ്ടുള്ള അറിയിപ്പും അരുളപ്പാടും നൽകി. ചേക്കന്മാർ എന്നില്ലെങ്കിൽ ജമാഅത്ത് 1000 ജമാഅത്തേക്ക് പോയിട്ട് പള്ളിയിൽ ബേട്ടി കൊടുക്കുന്നത്. അതിന്ന് ഉച്ചയ്ക്ക് 12:30 മണിക്ക് ഞങ്ങളെ ഭണ്ഡാര വീട്ടിൽ നിന്ന് കിരോള് വന്നിട്ട് മാടത്തിന് വന്നിട്ട് മാടത്തിന് 1:20 അവരുടെ ആജ്ഞപ്രകാരം ഇടുന്ന് നമുക്ക് ഇന്ന് അവർ നിസ്കാര കഴിഞ്ഞിട്ട് അവർ ചെല്ലുന്നറിയിട്ട് നമുക്ക് പറയണമെന്ന്. അത്രയാകുമ്പോൾ ഞങ്ങൾ ദൈവാവേശമായിട്ട് അവിടെ പോയിട്ട് അവിടെ ഞങ്ങളെ ചടങ്ങ് കഴിച്ചിട്ട് വരുന്നു. പള്ളി കമ്മിറ്റി ഭാരവാഹികൾ ഉൾപ്പെടെ കൂടി നിന്നവരുടെ മനസ്സ് ധന്യമായി. വിശ്വാസവും സൗഹാർദ്ദവും ഊട്ടിയുറപ്പിച്ചു. നമ്മൾക്ക് അവർ ആകുന്ന രീതിയിൽ അവരാചാരത്തിന് അനുസൃതമായ രീതിയിൽ നമ്മൾ അവർക്ക് സ്വീകരണം നൽകി. ഈ ഉത്സവത്തിന് നമ്മൾ ഇവിടെ നിന്നും പ്രതിനിധികളായി അവിടെ പോകുന്നതാണ്. അവിടെ പ്രത്യേകമായ ഒരു സിംഹാസനക്കട്ട എന്ന് പറയുന്ന ഒരു പ്രത്യേകമായ സ്ഥലമുണ്ട്. ആ സ്ഥലത്താണ് ഇവിടുത്തെ ജമാഅത്തിൻ്റെ അംഗങ്ങൾ അവിടെ ഇരിക്കേണ്ടത്. അവിടെ ആ പരിപാടികളൊക്കെ നമ്മൾ ക്ഷണിച്ചത് പ്രകാരം പോയി ആ കട്ടയിലിരുന്ന് പരിപാടി ഭംഗിയായി പൂർത്തിയാക്കി കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ക്ഷണമാണ് അവർ നൽകിയിരിക്കുന്നത്. ഞങ്ങൾ നിർബന്ധമായി പോകും. ശ്രീപാർവതി ചൈതന്യമായ ചീർമ്പ ഭഗവതി ഉൾപ്പെടെ 14 ഭഗവതിമാരും വൈദ്യനാഥനും സാന്നിധ്യം ചെയ്യുന്ന ക്ഷേത്രത്തിൽ മെയ് 9 ഉത്സവം കൊടിയേറി രഥോത്സവം നടക്കും. അരസു മഞ്ജീഷ്ണാർ ക്ഷേത്രത്തിൽ ഉത്സവം നടക്കവേ 1000 ജമാഅത്തിനെ പ്രതിനിധീകരിച്ച് ഇസ്ലാം മതവിശ്വാസികൾ ക്ഷേത്രത്തിലെത്തി പൂർവാചാരം മുടക്കാതെ ഉത്സവാദി കാര്യങ്ങൾക്കായി പണം സമർപ്പിക്കും. മതസൗഹാർദ്ദത്തിന്റെ വലിയ സന്ദേശവും കാഴ്ചപ്പാടുമുണ്ട് ഈ പള്ളിമുറ്റത്തെ വെളിച്ചപ്പാടന്മാരുടെ ജമാഅത്ത് ഭാരവാഹികളുടെയും കൂടിക്കാഴ്ചയ്ക്ക്. കാസർഗോഡ് മഞ്ചേശ്വരം 1000 ജമാഅത്ത് പള്ളിക്ക് മുന്നിൽ നിന്നും ക്യാമറമാൻ സതീഷ് ഉദുമയ്ക്കൊപ്പം അനൂപ് നീലേശ്വരം, അമൃത ന്യൂസ്. സഹോദരന്മാരെ കേട്ടുവല്ലോ. യഥാർത്ഥത്തിൽ ഇവരെ സംബന്ധിച്ചിടത്തോളം ഇന്നും ഇന്നലെ ഉള്ളതല്ല. കബറാരാധന നടത്തുന്നവർ സ്വാഭാവികമായിട്ടും മറ്റ് മതസ്ഥരിൽ തന്നെ അവരെത്തി എന്നുള്ളതാണ്. അപ്പം ഞാൻ പറഞ്ഞു വരുന്നത്, എന്തിനാണ് മറ്റ് മതസ്ഥർ ഇവർ വിഷമിപ്പിക്കുന്നത്? ഇന്ന് ജൂതന്മാരുടെ നിലപാടാണ് പല പുരോഹിതന്മാർക്കും ഉള്ളത്. ഈ മുസ്ലിം സമൂഹത്തിലും ജൂതന്മാരുടെ നിലപാടാണ്. അതേപോലെ തന്നെയാണ് മറ്റ് മതസ്ഥരിലും. കാരണക്കണക്കിന് മറ്റ് മതസ്ഥരുടെ ഗ്രന്ഥങ്ങളിൽ പറയുന്നത് ഏകദൈവ ആരാധനയാണ്. നമ്മുടെ മുസ്ലിം സമൂഹത്തിൻ്റെയും ഗ്രന്ഥങ്ങളിൽ പറയുന്ന ഏകദൈവ ആരാധനയാണ്. അതിനൊക്കെ ഈ ജൂതന്മാർ അട്ടിമറിച്ച് നടത്തിയതുപോലെ നമ്മുടെ കേരളക്കരയിലെ മുസ്ലിയാക്കന്മാരും ലോകത്തിലുള്ളതായിട്ടുള്ള ഷിയാക്കളും ഇതിനെന്താക്കി, ജൂതന്മാർ അതേ നിലപാട് സ്വീകരിച്ച് അട്ടിമറി നടത്തിയതാണ്. അതേമാതിരി തന്നെ മറ്റ് മതസ്ഥരുടെയും അവരുടെയും ഏകദൈവ ആരാധനയാണ്. അവരുടെ ഏത് ഗ്രന്ഥം പരിശോധിച്ച് നോക്കിയാലും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. പക്ഷെ അവിടെയും അട്ടിമറി നടത്തി. പക്ഷെ എങ്കിലും അവരുടെ ആരാധന കർമ്മങ്ങളിൽ പക്ഷെ നമ്മളെപ്പോലെ ഈ പുരോഹിതന്മാരുടെ ഈ ഒരു നിലപാടല്ല അവരിലുള്ളത്. നമ്മൾ അവരുടെ മതത്തിലേക്ക് പോയിട്ട് അവരുടെ ആചാരങ്ങളിലും പങ്കെടുത്തുകൊണ്ട് എന്തിനാണ് അവരെ വിഷമിപ്പിക്കുന്നതാണ്? കാരണം നിങ്ങൾ അവരുടെ കൂടെ പോയി കഴിഞ്ഞാൽ അവരും എന്താ വെച്ച് വരും, വളരെയധികം ഇതിനേക്കാളും അവരുടെ മതത്തെ അവർ വളരെയധികം ബ്ലീക്ഷമായ നിലപാടിലേക്ക് ഇവരെത്തിക്കും ഈ പുരോഹിതന്മാർ, നമ്മുടെ പുരോഹിതന്മാർ. കാരണം എന്തുകൊണ്ടെന്ന് പറഞ്ഞാൽ അവരുടെ അമ്പലങ്ങളിലൊന്നും യഥാർത്ഥത്തിൽ യാതൊരു കൂടുതലായുള്ള അനാചാരം നടക്കുന്നില്ല. കാരണം എന്തുകൊണ്ടെന്ന് പറഞ്ഞാൽ ഇപ്പം നമ്മുടെ മുഖാമുകളിൽ ഈ പുരോഹിതന്മാരുടെ മുഖാമുകളിൽ എന്താണ് അവിടെ നടക്കുന്നത്? സരസികൾ, തടിപാറുകൾ എന്ന് പറഞ്ഞാൽ പിന്നെ കേസിലകപ്പെട്ടവർ
അവിടെ ചർച്ചയിൽ നിന്നാലും പിന്നെ അബോധാവസ്ഥയിൽ പലതും ചർച്ചയടിക്കുന്നവർ ഇവരൊക്കെയാണ് അവിടെ നമ്മുടെ ഈ മുഖാമുകളിൽ അധികം കാണാറ്. പക്ഷെ അമ്പലങ്ങളിൽ അതൊന്നുമില്ല. അമ്പലങ്ങളിൽ അവിടെ ഒന്നുമില്ല, വളരെ ഡിസേബിളാണ്. പക്ഷെ അവർ പോയിട്ട് ഇങ്ങനെ പിന്നെ ഇങ്ങനെ അവർ ആ ഫോട്ടോത്തെ നോക്കാതെ കണ്ട് കൈ ഇങ്ങനെ തൊഴുതിയിട്ട് അവർ പോകും, അത്രയേ ഉള്ളൂ. പക്ഷെ നമ്മുടെ മതസ്ഥരുടെ നിലപാട് അതല്ല. എല്ലാ മേഖലകളും എടുത്തു നോക്കിയാലും മറ്റ് മതസ്ഥരെക്കാളും ഭൂദേവ ആരാധനയിൽ മുൻകടക്കുന്നവരാണ് ഇവർ. അപ്പോൾ എന്തിനാണ് മറ്റുള്ളവരുടെ മതസ്ഥരെ എന്തിനാണ് കൈകടത്തുന്നത്? അതാണ് ഈ അവസരം എനിക്ക് ചോദിക്കാനുള്ളത്. അവരോട് നിങ്ങൾ അവരെ അതിൽ കൈകടത്തരുത്. അതുകൊണ്ട് ഓൾറെഡി നമ്മുടെ ദേവഗോഡ RSS നേതാവ് ഇന്ത്യയിലുള്ള അദ്ദേഹം എന്താ മുമ്പേ പറഞ്ഞിരിക്കുന്നത്? അദ്ദേഹം പറഞ്ഞത് നിങ്ങൾ എന്തിനാണ് നിങ്ങൾ നിൽക്കുന്നത്? എന്തിനാണ് നിങ്ങൾ കടത്തി പോയിട്ട് നമ്മൾ കുത്തരുത്, നമുക്ക് ഒന്നിച്ച് യോജിച്ച് മുന്നോട്ട് പോവാം. സംഭവം ശരിയല്ലേ? അപ്പം അതൊക്കെ അവർ മനസ്സിലാക്കിയിട്ടുണ്ട്. ഇതാണ് നാം ഇതിൽ നിന്ന് മനസ്സിലാക്കാനുള്ളത്. അതുകൊണ്ട് നമ്മൾ ഇനി ഇവരുടെ ഈ പുരോഹിതന്മാർ ഏതിൽ പോയി കഴിഞ്ഞാലും, ഇനി യുക്തിവാദിയിൽ പോയി കഴിഞ്ഞാലും ഏറ്റവും നല്ലത് അതാണ് തോന്നുന്നത്. കാരണം ഇവരുടെ യുക്തിവാദികളിൽ പോയാലും ഏതിൽ പോയാലും വളരെയധികം നല്ല, ഇന്ന് മറ്റ് മതസ്ഥരിൽ പോയാലും വളരെയധികം നമുക്ക് എന്താകും, വളരെയധികം നമുക്ക് തൗഹീദ് പ്രചരിപ്പിക്കാനുള്ള ഏറ്റവും നല്ലൊരു അവസരമായിട്ട് മാറും. ആയതുകൊണ്ട് ഈ പുരോഹിതന്മാരെ നാം ഏവരും തിരിച്ചറിയുക. ഇവരുടെ ഷർറിൽ നിന്ന് രക്ഷപ്പെടാൻ നമ്മൾ ലോകജന വിശ്വാസികൾ പ്രാർത്ഥിക്കുക. അള്ളാഹു അതിനിക്ക് അനുഗ്രഹിക്കട്ടെ എന്ന് പറഞ്ഞു ഞാൻ നിർത്തുന്നു. അസ്സലാമു അലൈക്കും.